വിജി നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ഓരോരോ കഥകൾ ഉണ്ടാക്കാൻ? ഞാൻ കഥയല്ലല്ലോ, ഞാൻ ഉള്ളതല്ലേ പറയണേ. കഥ ഉണ്ടാക്കാനും എല്ലാവർക്കും എന്റെ കഥ ഫാൻസാണ്. എന്നെ വലിയ വലിയ ഡോക്ടർമാർ വരെ ട്രോളി തുടങ്ങി, ഇൻസ്റ്റയിലും യൂട്യൂബിലും. ഇന്നലെ ഒരു പെണ്ണ് പറയാണ് കേട്ടോ, വിവിച്ചേട്ടൻ കേട്ടോ, ഞാൻ അതിന് കമന്റ് കൊടുത്തു. വിവിച്ചേട്ടാ, ഈ എപ്പോഴും ഈ പെണ്ണിനെ അറിയോ? ഇവക്ക് ഞാൻ ഇന്നലെ കമന്റ് കൊടുത്തു. ഈ പെണ്ണൊരു പൊട്ട കാര്യം പറഞ്ഞു. ഈ പെണ്ണ് നോക്കട്ടോ, അവള് ഭയങ്കര പ്രമുഖിയാ, ഒരു ഡോക്ടറാണെന്നാ പറയണേ. ഈ പെണ്ണ് അറിയോന്നറിയില്ല. വിവിച്ചേട്ടൻ നോക്കി, ഇവളെ അറിയോ ഈ പെണ്ണിന്? എല്ലാവരും ഈ പെണ്ണറിയോ? ഞാൻ നല്ല മറുപടി കൊടുത്തു ഈ പെണ്ണിന് കേട്ടോ. ഇവൾക്ക് ഇവളെ അറിയോ? ഇവളെ എനിക്കെതിരെ ട്രോളിട്ടാ ഈ പെണ്ണ്. ഇവള് എന്റെ ഫോട്ടോ വെച്ചിട്ട് ഇവളെ അറിയോ നോക്ക്, എന്റെ ഫോട്ടോ വെച്ചിട്ട്. ഒരു സ്ത്രീയുടെ ടിപ്സ് കണ്ടു. കുറെ പേര് അതൊക്കെ ട്രോളുന്നോ കുറെ വീഡിയോസ് ഉണ്ടാക്കുന്നൊക്കെ കണ്ടു. അതായത് ലൈംഗികത്തിന് ശേഷം നിങ്ങൾ അതാരും കൂടെ ലൈംഗികത്തിൽ ഏർപ്പെടും. ഇവളെ അറിയോ? ഇവള് ഇന്നലെ വേറൊരു പെണ്ണിനെ ട്രോളി. ഈ പെണ്ണിനെ ട്രോളി ഉപയോഗിക്കണ്ടേ എണ്ണയാണോ? ഇതിന് ഞാനൊരു കമന്റ് ഇട്ട്. ഞാൻ ഒരു പെണ്ണ് പറയാണ്, കണ്ടിട്ടുണ്ട്. ഈ പെണ്ണ് പറയാണ്, ഞാൻ നല്ല എന്റെ ഓജിയെ കൊണ്ട് ഈ കമന്റ് ഇട്ടു. എന്നെ ഫോളോ ബാക്കും ചെയ്തു കേട്ടോ ആ ലേഡി, ഞാൻ ഫ്രണ്ട് ആക്കിയിട്ടില്ല. അതിനോട് ഒരു പൊട്ട ബുദ്ധി ഒരു പെണ്ണ് പറയാ, കോണ്ട യൂസ് ചെയ്യുമ്പം വെളിച്ചെണ്ണ തേച്ചിട്ട് വേണം കോണ്ട യൂസ് ചെയ്യാൻ, പൊട്ടും അത്ര. ഞാൻ അപ്പൊ ഒരു കമന്റ് ഇട്ടു. അപ്പൊ ലിക്വിഡും വെളിച്ചെണ്ണ പിന്നെ വാസലിൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ കമന്റ് ഇട്ടേ, കോണ്ട യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്തിനാ, ലിക്വിഡും വെളിച്ചെണ്ണയും എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു പെണ്ണിന് വികാരം വന്നു കഴിഞ്ഞാൽ കോണ്ടത്തിൽ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. എന്നിട്ട് എനിക്ക് മറുപടി വന്നു, വേറെ നോക്കട്ടെ കേട്ടോ. ഞാനും മറുപടി കൊടുത്തു. എനിക്ക് പൂര തെറിയും കേട്ടു കുറെ ആളുകളുടെ കയ്യിൽ നിന്ന്. എന്നെ മനുഷ്യ കുത്തിയിട്ട് എന്റെ വിവിച്ചേട്ടൻ എന്നെ വലിയ വലിയ ഡോക്ടർമാർ വരെ ട്രോളി തുടങ്ങി. ഞാൻ നല്ല കാര്യമില്ലേ പറയണേ? ഒരാൾ ഡോക്ടർമാർ പറയാം കോണ്ട യൂസ് ചെയ്യുമ്പം ഒരു പെണ്ണിനെ സെക്സ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തേക്കണം അല്ലെങ്കിൽ ലിക്വിഡ് വെക്കണം. അതിന്റെ ആവശ്യം എന്തിരിക്കണോ? കോണ്ട യൂസ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ലിക്വിഡിന്റെ ആവശ്യമുണ്ടോ? ഒരാണിന്റെ കഴിവ് പോലെ ഇരിക്കും അല്ലേ വിവിച്ചേട്ടാ? അവിടെ ഇതിന് ലിക്വിഡിന്റെ ആവശ്യം? ഇതൊക്കെ എവിടത്ത് വരുന്ന ഡോക്ടർമാരാണോ? ഞാൻ ഇതിനെതിരെ ഒരു ഓൺ വോയിസ് ഞാൻ നീ പറഞ്ഞ കാര്യം ശരിയാണ്. അല്ല, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ല അശ്വ ചേച്ചി? ഹോണ്ടേട്ടാ തോമസ്, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ വിച്ചേട്ടാ? എനിക്കൊരു പഠനം നടത്തണം. സത്യം, നമ്മൾ കോണ്ട യൂസ് ചെയ്യുമ്പോൾ കോണ്ടത്തിൽ തന്നെ പല പല തൈസ് കോണ്ടങ്ങളുണ്ടാവും. പക്ഷെ ഏറ്റവും നല്ല കോണ്ടത്തിന്റെ പേരാണ് ഡൂളക്സ്. ആ കോണ്ടാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും മേടിക്കുകയാണെങ്കിലും ഫ്ലേവറിന്റെ കോണ്ടം അതൊന്നും മേടിച്ചല്ലേ. ഓക്കെ, ഏറ്റവും നല്ലത് ഡൂളക്സിന്റെ ആണ് കേട്ടോ. ഡൂളക്സിലാവുമ്പം നമുക്കൊരു ലിക്വിഡിന്റെ ആവശ്യമില്ല, അത് പൊട്ടുകയില്ല, നല്ല ശക്തമായിട്ട് നല്ല ബലമുള്ള സാധനമാണ്. പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, പൊട്ട ഡോക്ടർമാർ കണ്ട ഉത്തരങ്ങൾ കുറെ ഓൺ വോയിസ് ഇട്ടേക്കുന്നു. എന്നോട് ചോദിക്കട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു എക്സ് ആണല്ലോ. അല്ല, നല്ലത് അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതിന് നല്ല കാശുമുണ്ട്. ചോദിക്കുമ്പോ എന്നോട് ചോദിക്കണേ, ഞാൻ പറഞ്ഞു കൊടുക്കില്ലേ? ഈ വിച്ചിയുടെ ഒരു കാര്യമായിട്ട് അവിടെ പറയേണ്ടത് മൊത്തക്ക് പറയണം. ഇത് ഡോക്ടറായിട്ട് കാര്യമില്ല. ഇതില് പഠനം നടത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്നോട് ചോദിക്കണം. ഡോക്ടർമാർ മാറി നിൽക്കും. നിങ്ങൾക്ക് ഇതിന് സംശയം എന്നോട് ചോദിക്കും. ഞാൻ ഇതിലൊക്കെ A+ നേടിയ ആളാ. അതിൽ ഡോട്ട് ഇഷ്ടമാണോ? ഏത് ഡോട്ട്? ഒന്ന് പോയി. നിങ്ങൾക്ക് വലിയ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചായിട്ടാ ഞാൻ പറഞ്ഞു. പരവെടി ഉള്ളപ്പോ
ഞാൻ നിനക്ക് ഉത്തരം നിർത്തുന്നുണ്ടോ നീ വെറും ഊടായതുകൊണ്ട്. തെറി പറഞ്ഞു തുപ്പലാണ് ബെസ്റ്റ്. തുപ്പമായി ടാറ്റു വെച്ചാലോ? എനിക്ക് ടാറ്റു ഉണ്ടല്ലോ. എത്ര വർഷം? 5 വർഷമായി. ഇതൊക്കെ ബിജിയോട് ചോദിക്കണ്ടേ? നാട്ടുകാർക്ക് ബുദ്ധിയില്ല ബിജി. ചേച്ചി ഇന്നലത്തെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? ഓ അയ്യോ പൊളി കളി, സൂപ്പറായിരുന്നു. എൻ്റെ തന്തയായിരുന്നു, പക്ഷെ തന്തയ്ക്ക് റൊമാൻസ് ഇല്ല, അണ്ടി പൊന്തണില്ല. ഞാൻ കാട്ടിക്കളഞ്ഞു. കൊള്ളില്ല മോനെ, തന്ത കൊള്ളില്ല. തന്തയ്ക്ക് മന്തായിട്ടിരിക്കും സാധനത്തിൽ, മന്ത് തൂങ്ങിക്കിടക്കുന്നു ഉണ്ട പോലെ. അത് എനിക്കിഷ്ടായില്ല, ഞാൻ കളഞ്ഞു. നെക്സ്റ്റ് മന്ത് ഞാൻ ദുബായിൽ വരുന്നുണ്ട്. എന്താ പഠിക്കാനാ? ആയിക്കോട്ടെ, ബീച്ചിച്ച് പഠിപ്പിച്ചേരാം. ആ സ്റ്റാറിനെ പിടിച്ച് ബ്ലോക്ക് അടിച്ചേ. മോഡറേറ്റർമാരെ ശ്രദ്ധിക്കും. ആ കുതിരയുടെ TP ഉള്ളവനെ ബ്ലോക്ക് അടിച്ചോട്ടോ. ഓക്കെ, ബ്ലോക്ക് അടിച്ചു. എടാ ഞാൻ ബ്ലോക്ക് അടിച്ചു പറയേണ്ടത് മുഖത്ത് നോക്കി പറയും. ഏതൊരു പൊട്ട സ്ത്രീ പറയണു കോണ്ടത്തിൽ വെളിച്ചെണ്ണ തയ്ക്കും, അല്ലെങ്കിൽ പൊട്ടിപ്പോത്ര. എവിടെ നിന്ന് വന്നവരാണോ എന്തോ. ഞാൻ വരുന്നുണ്ട് അടുത്ത മാസം ദുബായിൽ. വെൽക്കം ടു ദുബായ് ഫെബിൻ. പൊട്ട ചോദ്യങ്ങളും പൊട്ട ഉത്തരങ്ങളും. അതിലെ കമന്റ് ആണ് നല്ല രസമുണ്ട്. ചെങ്ങായി അടി തന്നെ ഉള്ളൂ, അടി തന്നെ ഓയിലുണ്ടല്ലോ. എനിക്കിഷ്ടം വെളിച്ചെണ്ണ തുപ്പലുമാണ്. ആണോ? നന്നായിരിക്കട്ടെ. എന്നിട്ട് ആ ഡോക്ടർ പെടുമ്പോൾ എന്നെ ഫോളോ ബാക്ക് ചെയ്തു. ഫെബിൻ, തുപ്പിയ വെളിച്ചെണ്ണ കാച്ചി കുടിക്കും. എല്ലാവരും നിന്നെ പോലെ അല്ലല്ലോ, അവർക്ക് മാനവും മര്യാദയും ഉള്ള ജോലിയുണ്ട്. ആയിക്കോട്ടെ, എനിക്ക് ഇച്ചിരി മാന്യമായിട്ട് ജോലി കുറവ് തന്നെയാണ്. എടാ എന്റെ പേര് മ്യൂട്ടടിക്കില്ല ജോൺ. എടാ ജോൺ എന്ന് പറയണ വട്ടപ്പേരുള്ള വൈരേ നായിന്റെ മോനെ, കുണ്ണയില്ലാത്ത കുറുമനെ, വാഗന്റെ ഇടയിൽ പോയിട്ട് നിന്റെ ഫോണിനെ പോയി നിനക്ക് ചെരിക്കുന്ന നിനക്ക് അണ്ടി ചൊറിയുന്ന ജോണെ. കളയ്ക്കുന്നു നിനക്ക് എന്നെ കാണുമ്പോ. പോയിട്ട് വാതിന്റെ ഇട ഞാൻ തുറന്നു തരാം. പോയിട്ട് അണ്ടി അവിടെ വെക്കി, ഞാൻ വാലടച്ചു തരാം. പോയി നിന്റെ കഴപ്പ് അവിടെ പോയി തീർക്കും. നിനക്ക് ചൊറിയുന്നുണ്ടെങ്കിൽ കുറെ നേരം. ആടി മോളെ, ഗ്രീസ് ഇട്ടാ മതി. ചിരി വരുന്നത്. എന്നാടാ രാവിലെ തന്നെ മണ്ണെണ്ണ ഒഴുക്കി ചേട്ടാ, നല്ലതാ. എന്നിട്ടൊരു തീപ്പിടിക്കോലിട്ട് ഉരക്കി. ഇതാരാ? അപ്പു, നമ്മുടെ മോഡറേറ്ററാണ്, പുതിയ ആളാ. പാവം കൊച്ചാ, ഞാൻ കണ്ടിട്ടില്ല, അറിയത്തില്ല. പാവ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. സീക്രട്ടെ അവന് കിട്ടി സന്തോഷമായി. ആ വിവിച്ചായിട്ടാ കുറച്ച് മണ്ണെണ്ണ ഒഴിക്കാൻ പറയണായിരിക്കും, എന്നിട്ട് നല്ലതായിരിക്കും. ഇത് ലാസ്റ്റ് ഒരു വിരി ചേച്ചി മൂടാക്കി, വിജി പിടിച്ച് മോഡാക്കി. മാക്സി നല്ല ചന്തമുണ്ട്. ആണോ? നമ്മൾ നാളെ ഷഡ്ഡിയും പ്രായിട്ടുകൊണ്ടിരിക്കാം, അപ്പൊ പൊളിക്കും. ഹലോ, അതെ, ആ സുഖമുള്ളോ?